ഇനി നമ്മൾ അടുത്ത വ്യക്തിയിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ക്രിസ്മസ് മെസ്സേജ് കേട്ട അടുത്ത ഒരു വ്യക്തികൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ തിരിച്ച് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് വരാം. 1-ാം അധ്യായം കഴിഞ്ഞ് 2-ാം അധ്യായത്തിൽ 2-ാം അധ്യായം 1-2 വചനങ്ങൾ വായിക്കാം. ഹെരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്ക്, ജ്ഞാനികൾ രക്ഷകനെ അന്വേഷിച്ച് വന്നിരിക്കുക. ഇവിടെ പറയുക, ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജ്ഞാനികൾ കർത്താവ് കാണിച്ചു കൊടുത്ത ഒരു നക്ഷത്രം നോക്കി ദൂരദേശത്ത് നിന്ന് യാത്ര ചെയ്തു വരികയാണ്. വരുന്നത് യേശു ജനിച്ച് കിടക്കുന്ന ആ സ്ഥലത്തേക്കുള്ള യാത്രയാണ്. പ്രൈസ് ഗോഡ്. അവർ വരുന്നത് എന്തിനാ? കർത്താവിനെ, രക്ഷകനെ ആരാധിക്കാനാണ്. നോക്ക്, അവിടെ ചുറ്റുമുള്ള പലരും രക്ഷകനെ തിരിച്ചറിഞ്ഞില്ല. എന്തിന്? ജനിക്കാൻ ഒരു സ്ഥലം പോലും കെഞ്ചി നടന്നിട്ടും യേശുവിന് ജനിക്കുവാൻ ഒരു സ്ഥലം ലഭിച്ചില്ല. പല വീടുകളുടെയും വാതിൽക്കൽ വന്ന് മുട്ടിയപ്പോൾ അവർ ആ ഭവനം യേശുവിനും മറിയയ്ക്കും ജോസഫിനും വേണ്ടി തുറന്നു കൊടുത്തില്ല. ഇന്നും അനേകർക്ക് പറ്റുന്നത് ഇതേ കാര്യമാണ്. യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് മുട്ടുകയാണ്. ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിക്കേണ്ടതാകുന്നു, ഞാൻ നിന്നെ പുതിയ മനുഷ്യനാക്കേണ്ടതാകുന്നു, നീ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കണം, നീ ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കണം, നീ വീണ്ടും ജനിച്ച് ഒരു പുതിയ സൃഷ്ടിയാകണം, നിന്റെ ജീവിതം എൻ്റെ കയ്യിൽ തരുമെങ്കിൽ ഞാൻ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും എന്ന് പറയുന്ന ഒരു മുട്ടുന്ന സ്വരം പലപ്പോഴും നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ വാതിൽ അടച്ചിട്ടിരിക്കുക. അന്ന് അവിടെ ആ ബെത്ലഹേമിൽ ഉണ്ടായിരുന്ന അനേകം ഭവനങ്ങൾ വാതിൽ അടച്ചു. എന്നാൽ ദൂരത്ത് നിന്ന് കർത്താവിനെ അന്വേഷിക്കുന്ന ചിലർ, ഹല്ലേലൂയ, അവനെ തിരയുന്ന ചിലർ, വചനങ്ങൾ ധ്യാനിക്കുന്ന ചിലർ. പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു, ബെത്ലഹേമിൽ രക്ഷകൻ പിറക്കും, ഹല്ലേലൂയ, അത് വായിച്ച് അതിനു വേണ്ടി വില കൊടുക്കുന്ന ചിലർ. അവരെ ആ ജ്ഞാനികൾ എന്ന് വിളിക്കുന്നത്. ഇന്ന് നീ വചനം വായിച്ച് ധ്യാനിക്കുമെങ്കിൽ, കർത്താവിന്റെ സമയങ്ങളെ തിരിച്ചറിയുമെങ്കിൽ, കർത്താവിന് വേണ്ടി പ്രതീക്ഷയോടെ ഇരിക്കുമെങ്കിൽ, അവൻ നൽകുന്ന രക്ഷയെ സ്വീകരിക്കുവാനുള്ള ദാഹം നിന്റെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ നീ അന്വേഷിക്കുന്നത് കണ്ടെത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവർ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവർ വചനം ധ്യാനിച്ചു പഠിച്ചു. അവർ സമയങ്ങളെ തിരിച്ചറിഞ്ഞു. രക്ഷകൻ ജനിക്കുന്ന സമയം അവർക്ക് മനസ്സിലായി. അനേകം പ്രവചന പുസ്തകങ്ങളിൽ രക്ഷകനെ കുറിച്ച് പറഞ്ഞിട്ടും ആ ലോകത്തിന്റെ കണ്ണുള്ളവർക്ക് അത് കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു, ചോദിക്കുന്നവന് ലഭിക്കുന്നു എന്ന യേശുവിന്റെ വചനം അതുപോലെ സംഭവിക്കുന്നത് നമുക്കിവിടെ കാണാം. അവർ അന്വേഷിച്ചത് കൊണ്ട് രക്ഷകൻ പിറക്കുന്ന സ്ഥലത്തേക്ക് അവർ നടന്നു വരികയാണ്. കർത്താവ് അവർക്ക് വേണ്ടി ഒരു നക്ഷത്രത്തെ ഒരുക്കി അവരെ വഴി നടത്തുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇതുപോലെ വചനം വായിച്ച് ധ്യാനിക്കുന്ന വ്യക്തികളാണോ നമ്മൾ? ഞാൻ പറയുന്നത്, ഒരു വഴി കാട്ടി നിന്റെ മുൻപിലുണ്ട്. ഈ ജ്ഞാനികൾക്ക് നക്ഷത്രം വഴി കാട്ടിയതുപോലെ നമ്മളെല്ലാം കർത്താവ് ഈ വഴി, ഇതിലേ പോവുക എന്ന സ്വരത്താൽ വഴി നടത്തും. അതിന് വേണ്ട ഒരു അന്വേഷണം നമുക്കുണ്ടോ? നമ്മൾ പറയുന്ന മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഏത് തരം വ്യക്തികളോടാണ് കർത്താവ് സംസാരിച്ചത്, അവരുടെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് അറിയുക മാത്രമല്ല, നമ്മൾ ആ ഹൃദയത്തിലേക്ക് രൂപാന്തരപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ജ്ഞാനികൾ ചെയ്തത് വചനം വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കി അത് പഠിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, അവർ പുറത്ത് ഇറങ്ങി അത് അന്വേഷിച്ചു. അവരെ കർത്താവ് നയിച്ചു, രക്ഷകന്റെ മുൻപിൽ വന്നു. അവിടെ നമുക്കൊരു വചനം കൂടെ വായിക്കാം. 9 മുതൽ ഇതേ അധ്യായം
11 വരെ കൂടെ വായിക്കാം. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അവർ അത്യന്തം സന്തോഷിച്ചു. ദൈവത്തെ അന്വേഷിച്ചു നോക്ക്, വചനങ്ങൾ ധ്യാനിച്ചു നോക്ക്, ദാഹത്തോടെ വായിച്ചു നോക്ക്. നമ്മുടെ മുൻപിൽ ഒരു നക്ഷത്രത്തെ കർത്താവ് കാണിക്കും. നമ്മൾ അത്യധികം സന്തോഷിക്കും. നമുക്ക് കിട്ടുന്ന വെളിപാടുകളിൽ നമ്മൾ സന്തോഷിക്കും. കർത്താവ് വഴികാട്ടുന്നത് നമ്മൾ തിരിച്ചറിയും. പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന സ്വരം നീ കേൾക്കും. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവർ തീർച്ചയായും കർത്താവിന്റെ വഴികൾ എന്തെന്ന് തിരിച്ചറിയും. നീ ഇടത്തോട്ട് പോകുമ്പോൾ കർത്താവ് പറയും, ഇതാണ് വഴി, ഇതിലേ പോവുക. ചിലപ്പോൾ നീ വലത്തോട്ട് പോകുമ്പോൾ കർത്താവ് പറയും, ഇതിലേ പോകരുത്, ഇത് നിനക്ക് സഞ്ചരിക്കേണ്ട വഴിയല്ല, നീ അവിടെ നിൽക്കണം. ചിലപ്പോൾ കർത്താവ് പറയും, നീ വേഗത്തിൽ ഈ സമയം ഓടണം. ഇത് കേൾക്കണമെങ്കിൽ നമ്മൾ ഈ ജ്ഞാനികളെ പോലെ വചനം വായിച്ചു കൊണ്ടിരിക്കണം. വചനം ദൈവമാണ് എന്ന തിരിച്ചറിവിൽ, ആ പറയുന്നത് ദൈവ നിശ്വാസമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വചനത്തിന് വേണ്ടി ദാഹത്തോടെ എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എനിക്ക് വചനം അനുസരിക്കണം. കർത്താവിന്റെ സ്വഭാവം ആ വചനത്തിലുള്ളത്, അവൻ തന്നെ ആ വചനം എന്ന ദാഹത്തിൽ നമ്മൾ വായിക്കുമെങ്കിൽ, ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, കർത്താവ് നമ്മളെ വഴികാട്ടും. അവർ അത്യധികം സന്തോഷിച്ചു. നമ്മുടെ വഴികളിൽ കർത്താവ് ചില വെളിപാടുകളെ, ചില സന്തോഷങ്ങളെ നൽകും. അവർ അത്യധികം സന്തോഷിച്ചു. വായിക്കാം. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തുരുക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഹെരോദാവിൻ്റെ അടുത്തേക്ക് പോകരുത് എന്ന് ദൈവം അവരോട് പറഞ്ഞു. ആ വഴി പ്രശ്നമാണ്, ഇതുപോലെ നമ്മളെയും നയിക്കും. തീർച്ചയായും ഒന്ന് വിശ്വസിച്ചേ. കർത്താവിൻ്റെ സ്വരം, യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. ഇവർ അന്വേഷിക്കുന്നവരായിരുന്നു. ഇവർ ആ സ്വരം ശ്രവിച്ചു. അതിലേ പോകണ്ട. അവർ അന്വേഷിക്കുക മാത്രമല്ല, ചുവട് വെച്ചു, കർത്താവിൻ്റെ അടുത്തെത്തി, കർത്താവിനെ ആരാധിച്ചു. പ്രൈസ് ഗോഡ്. കർത്താവിനെ മഹത്വപ്പെടുത്തി. മാത്രമല്ല, തങ്ങൾക്കുള്ള വിലയേറിയ ദ്രവ്യങ്ങൾ അവിടെ മുൻപിൽ സമർപ്പിച്ചു. ഹല്ലേലൂയ. കർത്താവിനെ അന്വേഷിച്ചവർ, കർത്താവിനെ ആരാധിക്കുന്നവർ, വിലയേറിയത്. നമ്മൾ പലപ്പോഴും കർത്താവിനെ ആരാധിക്കാൻ ഇപ്പോൾ വന്നുകൂടിയിരിക്കുന്നത് അതിൻ്റെ ഒരു സിമ്പിളാണ്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. നമ്മൾ കാഴ്ചകൾ, ഓഫറിംഗ് ഇടുന്നു, ടൈത്ത് ഇടുന്നു. ഈ ജ്ഞാനികൾ ഇട്ടതുപോലെയാ നമ്മൾ കൊടുത്ത് കർത്താവിനെ ആരാധിക്കുക. നമുക്കുള്ളത് കൊടുത്ത് കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ. അങ്ങനെയെല്ലാം ചെയ്യുന്നവർ തീർച്ചയായും കർത്താവിന്റെ സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് കർത്താവ് നിന്നോട് പറയും. ഹല്ലേലൂയ. ജ്ഞാനികളെ പോലെ നമ്മൾ അവനെ അന്വേഷിക്കുന്നവരാകണം, അവനെ ആരാധിക്കുന്നവരാകണം. അവന് വേണ്ടിയുള്ളത് അവന്റെ കാൽക്കൽ അർപ്പിക്കുവാനുള്ള ഹൃദയം നിനക്കുണ്ടെങ്കിൽ, കർത്താവിന്റെ സ്വരം, നീ പോകുന്ന വഴികൾ അവന്റെ പദ്ധതികളിൽ തന്നെ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രയോ തവണ കർത്താവിന്റെ ഹിതമല്ലാത്ത വഴികളിൽ സഞ്ചരിച്ച് ഞെരുക്കം അനുഭവിച്ച് വേദനകളിൽ കിടന്ന് ദൈവഹിതമല്ലാത്തതെല്ലാം നമ്മൾ ചെന്നെത്തുന്നു. അതിന് പകരം കർത്താവ് പറയുന്നത് ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിതം, അതെത്ര സന്തോഷകരമാണ്. പ്രൈസ് ഗോഡ്. ഇനി അടുത്ത വ്യക്തിയിലേക്ക് വരാൻ പോവുക. അടുത്ത വ്യക്തി, കർത്താവ് സംസാരിച്ച അടുത്ത വ്യക്തിയെ നമ്മൾ കാണുന്നത് ലൂക്ക 1-ാം അധ്യായം 26 മുതൽ നമുക്ക് വായിക്കാം. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസെഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തോരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും.
അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ഹല്ലേലൂയ. ഒന്ന് അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഒരിക്കൽ കൂടി, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇവിടെ ദൂതൻ വന്ന് മറിയോട് പറയുക, കർത്താവിൻ്റെ കൃപ നിനക്ക് ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം എന്നെല്ലാം പറഞ്ഞ് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് കന്യകയായ മറിയ ചോദിച്ചു. അപ്പോൾ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ നിനക്ക് ജനിക്കുവാൻ പോകുന്ന വിശുദ്ധ സന്തതി ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാണ് മറിയോട് പറഞ്ഞത്. അതോടെ മറിയ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വളരെ അനുഗ്രഹത്തിൻ്റെ, വളരെ സന്തോഷത്തിൻ്റെ ഒരു റിസൾട്ടാണ് കാണുന്നത്. എന്നാൽ ഈ വാക്ക് മറിയ പറയുന്നതിന് മുൻപ് മറിയയുടെ ഉള്ളം എങ്ങനെ ആയിരിക്കുമെന്ന് ഒന്ന് ധ്യാനിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരുവളാ മറിയ. അന്നത്തെ സമ്പ്രദായത്തിൽ വിവാഹം പോലെ തന്നെ ഉടമ്പടി ചെയ്ത് ജോസഫുമായി വിവാഹം ചെയ്തിരിക്കുക. അപ്പോഴാണ് ദൂതൻ പറയുന്നത്, നീ ഗർഭിണിയാകുവാൻ പോകുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നീ ഒരു പുത്രനെ പ്രസവിക്കും. ഞാൻ പറഞ്ഞോട്ടെ, പൂർണ്ണമായി സമർപ്പിക്കാത്ത ഒരുവനോ ഒരുവൾക്കോ ഇതിന് ആമേൻ പറയുക സാധ്യമേ അല്ല. നമ്മൾ കേൾക്കുമ്പോഴൊക്കെ വളരെ സന്തോഷമായി തോന്നും. എന്നാൽ പൂർണ്ണമായി കർത്താവേ ഞാൻ എന്നെ അങ്ങേക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയാത്ത ഒരുവനോ ഒരുവൾക്കോ ഈ വചനങ്ങൾ സംശയത്തോടെ അല്ലാതെ, ഭയത്തോടെ അല്ലാതെ കേൾക്കുക സാധ്യമല്ല. കാരണം ഇവൾ ഗർഭിണിയായി എന്ന് പുറത്തറിഞ്ഞാൽ അപ്പോൾ സംഭവിക്കുന്നത് തീർച്ചയായും ജോസഫ് സ്വീകരിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ജോസഫിനോട് ദൂതൻ ഇടപെട്ടു എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ജോസഫ് തന്നെ സ്വീകരിക്കുവാൻ ഒരു ന്യായവും അതിനകത്തില്ല. ജോസഫ് തീർച്ചയായും മറിയയുടെ ചിന്ത ഇതായിരിക്കും, എന്നെ സ്വീകരിക്കില്ല, കാരണം ഞാൻ ഗർഭിണിയായി കാണപ്പെടും. ജോസഫ് എന്നെ പരിത്യജിക്കും, ആളുകൾ എന്നെ ദുഷിച്ചു നോക്കും. മാത്രമല്ല ജോസഫ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഓ എൻ്റെ ഭാര്യ വിവാഹത്തിന് മുൻപ് ഗർഭിണിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഹൂദ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലുവാനാ നിയമം. ഓ, അവൾ മനസ്സിൽ വേദന കൊണ്ട് പെടഞ്ഞുന്ന അവസ്ഥയാ. കർത്താവ് പറയുക, പരിശുദ്ധാത്മാവ് വരും, നിന്റെ മേൽ വന്ന് പരിശുദ്ധാത്മാവ് വസിക്കും, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നിനക്കൊരു പുത്രനെ കർത്താവ് നൽകും. ഇത് സ്വീകരിക്കണമെങ്കിൽ ഒരു നിമിഷം പോലും ലോകത്തെക്കുറിച്ച് ചിന്തിക്കാത്ത, എന്തായി തീരുമെന്ന് ആശങ്കയില്ലാത്ത, ഓ എന്ത് സംഭവിച്ചാലും സാരമില്ല, ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക എന്ന ഒരു ഹൃദയമുള്ളവൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ.
ഇതിന്റെ പേരാ സമർപ്പണം. നിന്റെ വാക്ക് പോലെ എന്നിലാകട്ടെ, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. ഓ, ഞാൻ എന്നെ സമർപ്പിക്കുകയാ. ഇതാ മറിയ ചെയ്തത്. അതുകൊണ്ടാണ് അവൾ ഭാഗ്യവതിയായി മാറിയത്. നോക്ക്, നമ്മൾ ഇത് പുറമെ നിന്ന് നോക്കുമ്പോൾ എല്ലാം വളരെ ഭംഗിയുള്ള ചിത്രങ്ങളാണ്. മറിയ അന്ന് മുതൽ അനുഭവിച്ച വേദന, പരിഹാസം, ആളുകളുടെ നിന്ന, ആ ഈജിപ്തിലേക്കുള്ള പാലായനം, തിരിച്ചുള്ള യാത്ര, പല ആളുകളും കുറ്റം പറഞ്ഞത്, യേശുവെന്ന രക്ഷകനെ പോലും കളിയാക്കി സംസാരിച്ചത്, അവന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായ വേദനകൾ, അവന്റെ ക്രൂശ് മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ, ആ ക്രൂശ് മരണത്തിൽ അവൻ അനുഭവിച്ച വേദനകൾ കണ്ട് നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയാത്തവൾക്ക് അതിന് സാധ്യമല്ല. അങ്ങനെയുള്ളവരാണ് നമ്മളെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ സ്വരം ശ്രവിക്കുക മാത്രമല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതുപോലെ ഒരു സമർപ്പണം ഇന്നും ചെയ്യുവാൻ നീ തയ്യാറാണെങ്കിൽ, കർത്താവെ അങ്ങയുടെ വചനം പോലെ ഞാൻ ജീവിക്കും, എന്ത് കർത്താവെ അങ്ങ് പറഞ്ഞാലും ഞാൻ അനുസരിക്കും, അങ്ങയുടെ വചനം പറയുന്നതിനെല്ലാം ഞാൻ ആമേൻ പറയും, എന്റേതായതൊന്നും എനിക്ക് വേണ്ട കർത്താവേ, എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ അങ്ങയുടെ വചനം പാലിക്കും എന്ന് നീ സമർപ്പിക്കുമെങ്കിൽ, ഇവിടെ മറിയയുടെ മേൽ കർത്താവ് പറഞ്ഞ അതേ വാഗ്ദാനം നിന്റെ മേൽ വരും. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കും. നിന്റെ മേൽ അവന്റെ ശക്തി, ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവൻ നിന്റെ മേൽ പകരും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സ്തോത്രം. അതുപോലെ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നിന്നെ വിളിക്കുകയാണ് പൂർണ്ണ ഹൃദയത്തോടെ. നോക്ക്, മറിയ ഒട്ടും സെൽഫിഷ് അല്ല. അവളുടെ ജീവിതം ഒരുപക്ഷെ മരണപ്പെടാം. അവൾ ശരിക്കും ചിന്തിച്ചിരിക്കുക, എന്ത് കർത്താവ് പറഞ്ഞ് സംഭവിക്കട്ടെ, മരണമെങ്കിൽ മരണം. എസ്തർ പറഞ്ഞതുപോലെ ഞാൻ പോയി പറയും, മരിക്കേണ്ടി വന്നാൽ ഞാൻ മരിക്കും. ഇതാണ് ഒരു സമർപ്പിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉള്ളം. ഒരു സമർപ്പണം നടത്തിയവന്റെ ഉള്ളത്തോട് നീ ചോദിച്ചാൽ അവൻ പറയും, ഞാൻ കർത്താവിനെ അനുസരിക്കും, അവന് വേണ്ടി ഭരിക്കേണ്ടി വന്നാൽ ഞാൻ അത് ലാഭമെന്നെണ്ണം. ഹല്ലേലൂയ. ഇതാ മറിയ ചെയ്തത്. മറിയ അത് ചെയ്തത് കൊണ്ട് വലിയ കർത്താവിൻ്റെ ഒരു പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവളുടെ മേൽ നിഴലിട്ടു. ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ നിനക്ക് ജനിക്കുവാൻ പോകുന്ന വിശുദ്ധ സന്തതി ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇതുപോലെ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളെ നോക്കി മറിയയോട് പറഞ്ഞ അതേ വചനം കർത്താവ് നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? സമർപ്പിക്കപ്പെട്ടവരോട് കർത്താവ് പറയുക, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാ. മറിയയുടെ ഉള്ളത്തിൽ 9 മാസമാ യേശു ജീവിച്ച് പിന്നെ പുറത്തു വന്നത്. നിന്നോട് പറയുക, നീ ദൈവത്തിന്റെ മന്ദിരമാ. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു. നിത്യതയോളം നിന്നെ നടത്തുവാൻ കർത്താവിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നിരിക്കുന്നു. മറിയ പറഞ്ഞു, അതുപോലെ സംഭവിക്കട്ടെ. നമ്മൾ പറയുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവേ, അങ്ങ് നയിക്കുന്നത് പോലെ എന്നെ നയിക്കണമേ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സ്തോത്രം, താങ്ക് യു ജീസസ്. നോക്ക്, ഇവിടെ മറിയോട് പറഞ്ഞു, നിനക്ക് ജനിക്കാൻ പോകുന്ന വിശുദ്ധ സന്തതി ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മളോട് വചനം പറയുക, നശ്വരമായ ബീജത്താലല്ല, അനശ്വരമായതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളത്തിൽ ഒരുവൻ ജനിച്ചിരിക്കുന്നു. നീ വീണ്ടും ജനിച്ച ദൈവ പൈതല, നീ ദൈവപുത്രനാ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. നീ ദൈവത്തിന്റെ വിശുദ്ധ സന്തതിയാ.
നീ ദൈവത്തിന്റെ മകനാ, നീ ദൈവത്തിന്റെ മകളാ. ഒരുവൻ നിനക്ക് വേണ്ടി വില കൊടുത്തതാ. ഒരുവന്റെ രക്തത്തിന്റെ ഫലമാ നീ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളത്തിൽ മറിയയിൽ ജനിച്ചതുപോലെ തന്നെ നമ്മുടെ ഉള്ളത്തിൽ ഒരു ദൈവപുത്രൻ ജനിച്ചു. അവൻ നമ്മളോട് ചേർന്നു. നമ്മളെ പുതിയ സൃഷ്ടി എന്ന് അവൻ വിളിച്ചു. ദൈവത്തിന്റെ പുത്രൻ എന്ന നാമം നമുക്ക് നൽകി. ഹല്ലേലൂയ. നോക്ക്, ഇതിലെല്ലാം ഒരുപക്ഷെ വേദനകളുണ്ട്. നിന്റെ ഭവനം നിന്നെ ത്യജിക്കാം, നിന്റെ സമൂഹം നിന്നെ കുറ്റം പറയാം, ചിലർ നിന്നെ പരിഹസിക്കാം, കൈകൊട്ടി പ്രാർത്ഥനക്കാരൻ എന്ന് വിളിക്കാം. മറിയയ്ക്കും അത് കേൾക്കേണ്ടി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയയോട് കർത്താവ് പറഞ്ഞു, ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അതുപോലെ തന്നെ നമ്മളോട് യേശു കർത്താവ് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയായിലും ശമരിയായിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയായിലും യെരൂശലേമിലും ശമരിയായിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. ഇതിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറിയ അതിന് ആമേൻ പറഞ്ഞു. മറിയ വേദനയിലൂടെ കടന്നുപോയി. പല വേദനകൾ ഉണ്ടായിട്ടും അവൾ പറഞ്ഞു, എന്റെ ഉള്ളം കർത്താവിൽ സന്തോഷിക്കുന്നു. സാക്ഷികളായി ജീവിക്കുമ്പോൾ പല വേദനകൾ നിങ്ങൾക്ക് വരാം, പലതും നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായി വരാം. അപ്പോഴും നമ്മൾ പറയുക, എന്റെ ഉള്ളം കർത്താവിൽ സന്തോഷിക്കുന്നു. ഞാൻ യേശുവിന്റെ സാക്ഷിയാ. പരിശുദ്ധാത്മാവിന്റെ മേൽ വരും. പരിശുദ്ധാത്മ ശക്തിയെ ഞാൻ പ്രാപിക്കും. നിങ്ങൾക്ക് ഇതിൽ ഉള്ള ബന്ധം മനസ്സിലാവുന്നുണ്ട്. നമ്മൾ വിചാരിക്കും, ഓ ഇതൊക്കെ ചില പ്രത്യേക ആളുകൾക്ക് പ്രത്യേകമായി കർത്താവ് വെച്ചിട്ടുള്ളതല്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. നീ മറിയെ പോലെ തന്നെയാ. അല്ലെങ്കിൽ ഒരുപക്ഷെ മറിയേക്കാൾ കൃപ നിന്റെ മേലുണ്ട്. കർത്താവിന്റെ യാഗത്തിന് ശേഷം യേശുവിന്റെ രക്തത്തിന്റെ വിലയാ നീ. അവന്റെ വേദനയുടെ വിലയാ നീ. അവന്റെ ഫലമാ നീ. നീ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷിയാകും എന്ന് യേശു നിന്നെ കുറിച്ച് വിശ്വസിച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. വേദനകളിലൂടെ പോയപ്പോൾ കർത്താവിനെ മറിയ ഉദരത്തിൽ സ്വീകരിച്ച് ആ വേദനകളിലൂടെ പോയപ്പോൾ മറിയ പറഞ്ഞ ഒരു വചനം കൂടെ വായിക്കുക. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. തുടർന്ന് നിങ്ങൾ വായിച്ചാൽ മതി ആ 56 വരെ. എല്ലാത്തിലും കർത്താവിൽ ഉല്ലസിക്കുന്ന, ഏത് സാഹചര്യത്തിലും എൻ്റെ ഉള്ളത്തിൽ ഉല്ലാസമാണ്. ഞാൻ എൻ്റെ രക്ഷിതാവിനെ മഹത്വപ്പെടുത്തും. എന്നെ അവൻ വീണ്ടെടുത്തതാ. അവന്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചതാ. അവൻ എനിക്ക് രക്ഷ നൽകിയതാ. എന്നെ വീണ്ടും ജനിപ്പിച്ചതാ. ഞാൻ ദൈവപുത്രനാ. ഇതിൽ സന്തോഷിക്കുമെങ്കിൽ ഹല്ലേലൂയ. വേദനകൾ വരാം, പഴി കേൾക്കാം, ദുഷിപ്പ് കേൾക്കാം, നിന്ദനം കേൾക്കാം. എന്നാൽ അതിന് നടുവിൽ നിന്നുകൊണ്ട് ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. അവനെ വിശ്വസിച്ച് അവന്റെ നാമത്തെ കൈക്കൊണ്ടവർക്ക് ദൈവപുത്രന്മാരാകുവാൻ അവൻ അവകാശം നൽകി, അധികാരം നൽകി. ഹല്ലേലൂയ. ദൈവപുത്രൻ എന്ന സന്തോഷം, യേശുവിന്റെ സാക്ഷി എന്ന സന്തോഷം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ നമ്മൾ വിളിച്ചു പറയേണ്ടത്, കർത്താവിൽ ഞാൻ ഉല്ലസിക്കുന്നു, കർത്താവിൽ ഞാൻ സന്തോഷിക്കുന്നു, അവന്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. സ്തോത്രം.